ഓരോ കുട്ടിയും സുരക്ഷിതമായ ഒരു ലോകം അർഹിക്കുന്നു. മഴവിൽ നിറമുള്ള സ്വപ്നങ്ങളും നിഷ്കളങ്കമായ ചിരികളും നിറഞ്ഞ ഒരു ബാല്യം. എന്നാൽ അപ്രതീക്ഷിതമായി കടന്നുവരുന്ന ചില ഇരുൾ നിഴലുകൾ ആ നിഷ്കളങ്കതയെ മുറിപ്പെടുത്തുമ്പോൾ തകർന്നു പോകുന്നത് ഒരു കുരുന്നിൻ്റെ ഭാവി മാത്രമല്ല, ഒരു സമൂഹത്തിൻ്റെ തന്നെ ധാർമ്മികതയാണ്. അതിക്രമങ്ങളുടെയും ഭയത്തിൻ്റെയും ആഴക്കടലിൽ അകപ്പെട്ടു പോകുന്ന കുഞ്ഞുങ്ങൾക്ക് കരുത്തായി അവർക്ക് നീതി ഉറപ്പാക്കാൻ ഇന്ത്യൻ നിയമവ്യവസ്ഥ നൽകുന്ന ശക്തമായ കവചമാണ് പോക്സോ നിയമം. വിവേചനങ്ങളില്ലാതെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കാനും അവരെ വേട്ടയാടുന്നവർക്ക് അർഹമായ ശിക്ഷ ഉറപ്പാക്കാനും ലക്ഷ്യമിട്ടുള്ള ഈ നിയമം എങ്ങനെയാണ് ഒരു അതിജീവനത്തിൻ്റെ കഥയായി മാറുന്നതെന്ന് ഈ ഡോക്യുമെൻ്ററിയിലൂടെ നമുക്ക് പരിശോധിക്കാം. ഇന്ത്യൻ പാർലമെന്റ് 2012 പാസാക്കിയ ഒരു സുപ്രധാന നിയമമാണ് ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്ന നിയമം. ദ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ് ആക്ട്. ചുരുക്കത്തിൽ ഇത് പോക്സോ നിയമം എന്നറിയപ്പെടുന്നു. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നും ചൂഷണങ്ങളിൽ നിന്നും സംരക്ഷിക്കുക, കുറ്റകൃത്യങ്ങൾ ചെയ്തവർക്ക് കർശനമായ ശിക്ഷ ഉറപ്പാക്കുക, കൂടാതെ നിയമ നടപടികളുടെ എല്ലാ ഘട്ടങ്ങളിലും കുട്ടികൾക്ക് സൗഹൃദപരമായ സമീപനം ഉറപ്പാക്കുക എന്നിവയാണ് ഈ നിയമത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. എന്താണ് പോക്സോ നിയമമെന്നും കുട്ടികൾക്ക് അതിൽ എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നു എന്നുള്ളതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അമൽ സണ്ണിയുമായിട്ട് ചോദിച്ചറിയാം. നമസ്കാരം. ഇന്ന് നമുക്ക് അഭിമുഖത്തിനായിട്ട് ലഭിച്ചിരിക്കുന്നത് അമൽ സണ്ണി എന്ന് പറഞ്ഞ ആളാണ്. അദ്ദേഹത്തിനോട് ഇന്ന് പോക്സോ ആക്ടിനെ കുറിച്ച് നമുക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് ചോദിക്കാം. എൻ്റെ പേര് അമൽ സണ്ണി. ഞാൻ സൈക്കാട്രിസ്റ്റ് സോഷ്യൽ വർക്കറായി വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ ചില പഠനങ്ങളും അതോടൊപ്പം തന്നെ ഈ ഫീൽഡിലുള്ള അത് പലതരത്തിലുള്ള വ്യക്തികളുമായിട്ട് ഇടപെട്ട് ജീവിക്കുന്ന ഒരു സാഹചര്യമാണ് ഞങ്ങളുടേത്. അപ്പോൾ അതിൽ നിന്ന് ഇന്ന് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ നവീന് വേണ്ടി നമ്മൾ പ്രധാനമായിട്ട് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നെന്ന് പറയുന്നത് പോക്സോ എന്ന് പറയുന്ന പോക്സോ ആക്ടിനെ കുറിച്ചും അതിൻ്റെ നാനാവശങ്ങളെക്കുറിച്ചും ആണ് ഇവിടെ ഞാൻ സംസാരിക്കുന്നത്. എന്താണ് പോക്സോ ആക്ട്? പോക്സോ ആക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിവെൻഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് എന്നാണ് പോക്സോ എന്ന വാക്കിന് അർത്ഥം, അല്ലെങ്കിൽ അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഇത് നിലവിൽ വന്നെന്ന് പറയുന്നത് 2012 നവംബർ 14 ഈ പറയുന്ന പോക്സോ ആക്ട് നിലവിൽ വന്നത്. ഈ ആക്ട് നിലവിൽ വരാനുണ്ടായ ഒരു കാരണം എന്ന് പറയുന്നത് നിർഭയ കേസാണ്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നിർഭയ കേസിനെ കുറിച്ച് നമുക്കറിയാം. അപ്പോൾ ഈ പറയുന്ന നിർഭയ കേസ് ഇതിനു മുമ്പ് തന്നെ, അതായത് നിർഭയ കേസിന് മുമ്പ് തന്നെ ഈ പറഞ്ഞ കുട്ടികൾക്കെതിരെയുള്ള ഈ പറഞ്ഞ ലൗകിക കുറ്റകൃത്യങ്ങൾ, അതിന് സെക്ഷലായിട്ടുള്ള ഇത്തരം കുട്ടികൾ ടോർച്ചർ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. അതൊക്കെ സാധാരണ ഈ പറയുന്ന അവർക്കൊക്കെ ശിക്ഷ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാലും പ്രത്യേകം ഒരു പോക്സോ ആക്ട് എന്ന രീതിയിൽ ഇത് വന്നത് നിർഭയ കേസിന് ആ സംഭവത്തിന് ശേഷമാണ്. പോക്സോ ആക്ട് എന്ന് പറഞ്ഞ ആക്ട് 2012 നവംബർ 14 വന്നത്. ഈ നിയമത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഈ നിയമത്തിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് 18 വയസ്സിന് താഴെ വരുന്ന, അതായത് 18 വയസ്സിന് താഴെ വരുന്ന ആൺകുട്ടിയോ പെൺകുട്ടിയോ സെക്ഷൽ ഹരാസ്മെന്റിന് അല്ലെങ്കിൽ സെക്ഷൽ അബ്യൂസിന് വിധേയനാകേണ്ടി അല്ലെങ്കിൽ വിധേയമാകേണ്ടി വന്നു കഴിഞ്ഞാൽ അവർക്കെതിരെ, അതായത് ഈ പറയുന്ന കുട്ടികളെ സെക്ഷലായിട്ട് ഉപയോഗിച്ച്, അതായത് കുറ്റകൃത്യം ചെയ്തവരെ ശിക്ഷിക്കുക, അവരെ നിയമത്തിന് മുമ്പിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ പോക്സോ ആക്ടിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഇവിടെ ഇപ്പം ഈ പറയുന്ന സെക്ഷൽ ഹരാസ്മെന്റിന് വിധേയമാകപ്പെടുന്ന ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും അവർക്ക് ഈ രണ്ടുപേർക്കും, അതായത് ഈ പറഞ്ഞ രണ്ട് ജെൻഡറിലുള്ളവർക്കാണെങ്കിലും ഈ പറയുന്ന പോക്സോ ആക്ട് ബാധകമാണ്. ഈ നിയമപ്രകാരം ലൈംഗിക അതിക്രമങ്ങൾ എത്ര തരമായിട്ട് തിരിയുന്നു? പോക്സോ ആക്ട് പ്രകാരം നമുക്ക് ലൈംഗിക അതിക്രമങ്ങളെ നമുക്ക് 4 ആയിട്ട് തിരിക്കാൻ സാധിക്കും. അതിൽ ഒന്നാമത്താണ് പെനട്രേറ്റീവ് സെക്ഷൽ ഹരാസ്മെന്റ്. അതോടൊപ്പം രണ്ടാമത്തേന്ന് പറയുന്നത് സെക്ഷൽ ഹരാസ്മെന്റ്. മൂന്നാമത്തെന്ന് പറയുന്നത് ഈ പറയുന്ന സെക്ഷൽ അസൾട്ട്. നാലാമത്തെന്ന് പറയുന്നത് ഈ കുട്ടികളെ ചൈൽഡ് പോർണോഗ്രഫി
അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുക, അവരെ അങ്ങനെ സെക്ഷുവലായിട്ട് അബ്യൂസ് ചെയ്യുക, അതായത് ഈ പറയുന്ന കുട്ടികളെ വെച്ചിട്ടുള്ള മോശമായിട്ടുള്ള ചിത്രങ്ങൾ ചിത്രീകരിക്കുക എന്നിവയാണ് ഉദ്ദേശിക്കുന്നത്. ഇത് നാലാമത്തേതാണ്. അപ്പൊ ഒന്നാമത്തെന്ന് പറയുന്നത് പെനട്രേറ്റീവ് സെക്ഷൽ അസൾട്ടും, രണ്ടാമത്തെന്ന് പറയുന്നത് സെക്ഷൽ അസൾട്ടും, മൂന്നാമത്തേന്ന് പറയുന്നത് സെക്ഷൽ ഹാരാസ്മെന്റും, നാലാമത്തേന്ന് പറയുന്നത് ചൈൽഡ് പോർണോഗ്രഫിയും ആണ് വരുന്നത്. പെനട്രേറ്റീവ് സെക്ഷൽ അസൾട്ട് എന്ന് വെച്ചാൽ എന്താണ്? ഇതില് വളരെ ഗൗരവമേറിയ ഒരു സെക്ഷൽ അബ്യൂസ് ആണ് പെനട്രേറ്റീവ് എന്ന് പറയുന്നത്. വളരെയധികം തീർത്തും മോശമായതും അതോടൊപ്പം തന്നെ നമുക്ക് തീർത്തും കുട്ടികളെ മോശമായ രീതിയിൽ യൂസ് ചെയ്യുന്ന വിധത്തിലുള്ള സെക്ഷൽ അസൾട്ടാണ് പെനട്രേറ്റീവ് സെക്ഷൽ അസൾട്ട് എന്ന് പറയുന്നത്. സെക്ഷൽ അസൾട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? സെക്ഷൽ അസൾട്ട് എന്ന് പറയുന്നത് കുട്ടികളെ തെറ്റായ രീതിയിൽ സ്പർശിക്കുക, അതായത് ബാഡ് ടച്ച് ഗുഡ് ടച്ച് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കേട്ടിട്ടുണ്ടല്ലോ. അതിൽ ബാഡ് ടച്ച്, അതായത് തെറ്റായ ഉദ്ദേശത്തോടെ നമ്മൾ കുട്ടികളെ ലാളിക്കുകയല്ല ഇവിടെ ചെയ്യുന്നത്, അതായത് നല്ല ഗുഡ് ടച്ച് അല്ല ഇവിടെ വരുന്നത്, മറിച്ച് കുട്ടികളെ തെറ്റായ, അതായത് ടച്ച് ചെയ്യുന്ന ആൾ തെറ്റായ ഉദ്ദേശത്തോടു കൂടിയാണ് സ്പർശിക്കുന്നതെങ്കിൽ അതാണ് ഈ പറയുന്ന സെക്ഷൽ അസൾട്ട് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. സെക്ഷൽ ഹാരാസ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? സെക്ഷൽ ഹാരാസ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ലൗകിക ചൊവ്വയുള്ള രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിക്കുക, ചില ജസ്റ്റേഴ്സ്, അതായത് ചില ആംഗ്യങ്ങൾ കാണിക്കുക, കുട്ടികളെ കാണിക്കുക എന്നൊക്കെയുള്ളതാണ് ഈ പറയുന്ന സെക്ഷനിൽ വരുന്നത്. സെക്ഷൽ ഹറാസ്മെന്റ് അല്ലെങ്കിൽ സെക്ഷൽ അസൾട്ട് എന്നിവയൊക്കെ നേരിടുമ്പോൾ ഇത് പറയാതിരിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ശിക്ഷ എന്താണ്? അതായത് ഇപ്പൊ ഒരു വ്യക്തിക്ക് ഈ ഒരു സെക്ഷൽ അസൾട്ട് ഒരു കുട്ടിയോട് ഒരാൾ ചെയ്തു, അല്ലെങ്കിൽ ഒരു കുട്ടിയെ തെറ്റായ സെക്ഷൽ രീതിയിൽ യൂസ് ചെയ്തുള്ള കാര്യം ഒരു വ്യക്തിക്ക് ഓൾറെഡി അറിയാം. ഈ കാര്യം അയാൾ പുറത്തു പറയുന്നില്ലെങ്കിൽ അത് കുറ്റകരമാണ്. അത് കാര്യം അറിയാമെങ്കിലും അത് പറയാതിരിക്കുന്നത്, അതായത് പോലീസുകാരോടോ എന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഇതുകൊണ്ട് ചൈൽഡ് ഹെൽപ്പ് ലൈനിലോ പറയാതിരിക്കുന്നത് കുറ്റകരമായ കാര്യമാണ്. ഇങ്ങനെയുള്ളവർക്ക് കിട്ടുന്ന ശിക്ഷ എന്ന് പറയുന്നത് 6 മാസം തടവാണ്. അതോടൊപ്പം തന്നെ അല്ലെങ്കിൽ അവർക്ക് പെനാൽറ്റിയും വരും, അല്ലെങ്കിൽ തടവും പെനാൽറ്റിയും ഒരുമിച്ചും വരാം. അപ്പം പോക്സോ ആക്ടില് പ്രധാനമായിട്ടും സംരക്ഷിക്കേണ്ടവർ തന്നെ ഈ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇതിന്റെ അനന്തരഫലം? അതായത് കുട്ടിയായിട്ട് വളരെയധികം ലിങ്ക് ചെയ്ത് നിൽക്കുന്ന ആൾക്കാര്, അതായത് ഇപ്പം പിള്ളേരെ പഠിപ്പിക്കുന്ന അധ്യാപകരാവാം, അല്ലെങ്കിൽ അവരെ നോക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ടവരാവാം, എന്ത് തന്നെ ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള ഇപ്പൊ കുട്ടികളെ ഇപ്പൊ ലോക്കൽ ഗാർഡിയനാവാം, എന്ത് തന്നെ ആയിക്കോട്ടെ, കുട്ടിയായിട്ട് അത്രയ്ക്കും വളരെയധികം അറ്റാച്ച് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ആ വ്യക്തിക്ക് 1 വർഷം തടവും അതോടൊപ്പം തന്നെ പെനാൽറ്റിയും വരും. ചിലപ്പോൾ തടവും പെനാൽറ്റിയും ഒരുമിച്ചും വരാം. ഒരു കുട്ടി സെക്ഷൽ അബ്യൂസിന് ഇരയായി കഴിഞ്ഞാൽ അതെങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? അതായത് ഇതിന് ഒരു കുട്ടി ഈ സെക്ഷൽ അബ്യൂസിന് അതിന് വിക്ടിം ആയി കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ കുട്ടികളുടെ ദേഹത്ത് വൗൺസ് കാണും, അതായത് മുറിവുകൾ കാണും, ചില പാടുകൾ കാണും. അതോടൊപ്പം തന്നെ കുട്ടിയുടെ പ്രൈവറ്റ് പാർട്സിൽ മുറിവുകളും ചെറിയ ക്ഷതങ്ങളൊക്കെ കാണപ്പെടും. അപ്പോൾ ഇപ്പോൾ ഒരാള് ഇപ്പം ഫോർ എക്സാമ്പിൾ കുട്ടിയുടെ അമ്മ ഇത് കാര്യം കുട്ടി ഇപ്പൊ അമ്മയോട് പറഞ്ഞു. അപ്പോൾ അമ്മ ഈ കാര്യം അതെ പോലീസിനെ അറിയിക്കാം, അതോടൊപ്പം തന്നെ ഈ പറഞ്ഞത് കൂടി ചൈൽഡ് ഹെൽപ്പ് ലൈനിൽ അറിയിക്കാം, പിന്നെ CWC ഉണ്ട്, ഇവരെ അറിയിക്കാം. അപ്പോൾ ഈ പറയുന്ന കേസ്, അതായത് കുട്ടിക്ക് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ജെന്യൂൻ ആണ്, അതായത് റിയൽ ആയിട്ട് ഇത് ഒരാൾ ആ കുട്ടിയെ സെക്ഷലായിട്ട് അബ്യൂസ് ചെയ്താന്നുള്ള കാര്യം അത് ആദ്യം ശരിക്കും സ്ഥിരീകരിക്കണം. അങ്ങനെ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാല് ഈ പറയുന്ന വൗൺസ്, അതായത് ഒരു കൊച്ചിനെ സെക്ഷലായിട്ട് യൂസ് ചെയ്ത് വരുമ്പോൾ കുട്ടിയിലുണ്ടാകുന്ന ക്ഷതങ്ങളെ ഫാബ്രിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ആക്ച്വലി ഒരു കുട്ടി സെക്ഷൽ അബ്യൂസിന് വിധേയമായിട്ടില്ലെങ്കിലും വൗൺസ് നമുക്ക് കൃത്രിമമായിട്ട് അല്ലെങ്കിൽ ഫാബ്രിക്കേറ്റ് ചെയ്ത് ദേഹത്ത് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് അതിന്റെ എല്ലാത്തിൽ കേസ് വന്നു കഴിയുമ്പോൾ ഇതൊരു ജെന്യൂൻ കേസാണ്, അതായത് ഈ കുട്ടി പറയുന്നത് സത്യമാണോ എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കണം. അതായത് ഇപ്പം ഒരു അമ്മയുടെ നിർബന്ധപ്രകാരം ഫോർ എക്സാമ്പിൾ അമ്മയ്ക്ക് ഒരു വ്യക്തിയോട് വൈരാഗ്യം ഉണ്ടെങ്കിൽ ആ വ്യക്തിയോട് വൈരാഗ്യം തീർക്കാനായിട്ട് ഈ സ്ത്രീയുടെ കുട്ടിയെ ഈ ഇന്ന വ്യക്തി ഈ പറഞ്ഞ സെക്ഷൽ അബ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞൊരു കള്ളക്കേസ് കൊടുക്കാനായിരിക്കും. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ പറയുന്ന സ്ത്രീക്ക് വൈരാഗ്യം തീർക്കാനായിട്ടാണ് ഈ വ്യക്തിയെ അകത്താക്കുക എന്ന ഉദ്ദേശമാണ് ഇവിടെ ഈ കുട്ടിയുടെ അമ്മ ഉദ്ദേശിക്കുന്നത്. അതിന് കുട്ടിയെ അതിനു വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പൊ അങ്ങനെ വരുന്നത്
ഫാബ്രിക്കേറ്റഡ് ആയിട്ട് ഈ പറയുന്ന ബൗൺസുകൾ ഉണ്ടാക്കി, അതായത് അതിനുള്ള കാരണങ്ങൾ ഉണ്ടാക്കി ഡെലിബറേറ്റ്ലി, അതായത് മനഃപൂർവ്വം ഒരു വ്യക്തിയെ അകത്താക്കാൻ വേണ്ടി ചില ആളുകൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ശരാശരി ഏകദേശം ഒരു വളരെയധികം എനിക്ക് തോന്നുന്നു 1000-ന് മേളിൽ ഇങ്ങനെ കള്ളക്കേസുകൾ ഇഷ്ടംപോലെ പോലീസ് സ്റ്റേഷനുകൾ വരുന്നുണ്ട്. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന് ആദ്യം ചെയ്യേണ്ട കാര്യം, അത് പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്യേണ്ട കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യം ഒരു മെഡിക്കൽ എക്സാമിനറിനടുത്ത് കുട്ടിയെ കൊണ്ടുചെല്ലുക എന്നുള്ളതാണ്. എന്നിട്ട് ആ മെഡിക്കൽ എക്സാമിനർ കറക്റ്റ്, ഫോർ എക്സാമ്പിൾ ഫോറൻസിക്സിലെ ഉള്ള സർജന്മാര് അവരാണ്. അപ്പം അവർ കറക്റ്റായിട്ട് നോക്കുന്നത് വഴി ആ കുട്ടി ശരിക്കും ഈ പറഞ്ഞ സെക്ഷൽ അബ്യൂസിന് വിധേയായിട്ടുണ്ടെന്ന് വിധേയായി എന്ന് അവരതുപോലെ ഉറപ്പ് പറയും. അവര് അത് കറക്റ്റായിട്ട് മനസ്സിലാക്കി ഉറപ്പ് പറയും ചെയ്താൽ മാത്രമേ ഈ പറയുന്ന അബ്യൂസ് ചെയ്ത ആൾക്കെതിരെ കേസ് എടുക്കാൻ പാടുള്ളൂ, പോലീസ് ഉദ്യോഗസ്ഥർ കേസ് എടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലാത്ത പക്ഷം ഒരു നല്ലൊരു ഫോറൻസിക് സർജൻ ഈ കൊച്ചിനെ മെഡിക്കൽ എക്സാമിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇത് അതായത് ഇത് ഫാബ്രിക്കേറ്റ് ചെയ്ത ബൗൺസ് ആണെന്നുള്ള കാര്യം അദ്ദേഹത്തിന് ഈസി ആയിട്ട് അറിയാൻ സാധിക്കും. അപ്പോൾ ഇത് ശരിക്കും ജെന്യൂൻ ആയിട്ട് കേസാണ്, ശരിക്കും സെക്ഷൽ അബ്യൂസ് നടന്നിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പ് വരുത്തുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ള തുടർ നടപടികൾ എന്തൊക്കെയാണ്? അതായത് ഈ പോക്സോ ആക്ട് പ്രകാരം ഇപ്പൊ ഈ പറയുന്ന സെക്ഷൽ അബ്യൂസിന് വിധേയായ കുട്ടി എന്ന് പറയുന്നത് അത് നമുക്കറിയാലോ 18 വയസ്സ് താഴെയുള്ള കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഈ പറയുന്ന തെളിവെടുപ്പും മറ്റു കാര്യങ്ങൾ, അതായത് ഇപ്പം പോലീസിന് കുട്ടിയിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം, പേരൻസിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം. ഇത്തരം സാഹചര്യങ്ങളിൽ ഒരു കാരണവശാലും കുട്ടിയെ പോലീസ് സ്റ്റേഷനിലോട്ട് ആ കുട്ടിയുടെ പേരൻസിനെ പോലീസ് സ്റ്റേഷനിലോട്ട് വിളിച്ചു വരുത്തത്തില്ല. മറിച്ച് ഉദ്യോഗസ്ഥര് മഫ്തിയിൽ, അതായത് പോലീസ് യൂണിഫോമിൽ അല്ലാതെ പോലീസ് ജീപ്പ് യൂസ് ചെയ്യാതെ, വണ്ടി യൂസ് ചെയ്യാതെ സാധാരണ ഒരു വാഹനത്തില് ഈ പറയുന്ന മഫ്തിയിൽ കൊച്ചിന്റെ വീട്ടിൽ വരികയും അത് ആരും അറിയാതെ, അതായത് തൊട്ടടുത്തുള്ള നെയ്ബർ ആരും അറിയാതെ സാധാരണ വരുന്നവർ വരികയും കൊച്ചിന്റെ പേരൻസിനെ കണ്ട് കാര്യങ്ങൾ ചോദിച്ച് പേരൻസിലും കുട്ടിയിലും ഒത്തിരി മാനസിക സമ്മർദ്ദം ഉണ്ടാക്കാത്ത രീതിയിൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയാണ് ഇതിന്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഒരു കാരണവശാലും കുട്ടിയുടെ പേര്, കുട്ടിയായിട്ട് ബന്ധപ്പെട്ടുള്ള കുട്ടി ഐഡന്റിഫൈ ഉള്ള കാര്യങ്ങളൊന്നും ഒരു കാരണവശാലും പുറത്ത് വിടുന്നതുമല്ല. അത് കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയും. കാരണം ഇതിൽ ഇറങ്ങിയിരിക്കുന്ന ഉദ്യോഗസ്ഥര് കുട്ടിയുടെ യാതൊരു കാര്യങ്ങളും, കുട്ടിയുടെ പേര് ഒരു കാര്യങ്ങളും പുറത്ത് വിടത്തില്ല, മീഡിയയ്ക്കും വിടത്തില്ല, ഒന്നും വിടത്തില്ല. അങ്ങനെയാണ്. കാരണം കുട്ടിയുടെ ഭാവി സുരക്ഷിതമായിരിക്കണം എന്നത് കുട്ടിയുടെ ഇനി ഭാവിയുള്ള ജീവിതത്തിൽ ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേറെ ആരും അറിയാൻ പാടില്ല. അതുകൊണ്ട് തന്നെ വളരെയധികം കോൺഫിഡൻഷ്യൽ ആയിട്ട്, വളരെയധികം ശ്രദ്ധാപൂർവം മഫ്തിയിലുള്ള പോലീസുകാര് ഉദ്യോഗസ്ഥര് ആണ് ചെല്ലുന്നത്. ഇനിയിപ്പോ ആൺകുട്ടിയാണെങ്കിൽ സെക്ഷൽ അസൾട്ടിനെ വിട്ടിട്ടുണ്ടെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥനും, പെൺകുട്ടിയാണെങ്കിൽ ഒരു വനിതാ പോലീസും ആയിരിക്കും ചെല്ലുന്നത്. ഓക്കെ. സെക്ഷൽ അബ്യൂസ് ചെയ്യുന്ന വ്യക്തികൾക്ക് എന്തെങ്കിലും സൈക്കോളജിക്കൽ പരമായിട്ടോ എന്തെങ്കിലും മാനസികമായിട്ടോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ? അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാം. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ കൊച്ചു കുട്ടികൾ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന വ്യക്തികൾക്ക് തീർച്ചയായിട്ടും സൈക്കോളജിക്കലുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതായത് ഇതിന് പിന്നിൽ പല ഘടകങ്ങളുണ്ട്. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ചൈൽഡ് പോർണോഗ്രഫി കാണുമെന്ന് പറയുന്ന തന്നെ വിദേശ രാജ്യങ്ങളിൽ വലിയൊരു കുറ്റകൃത്യമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വ്യക്തി ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ഇങ്ങനെയുള്ള വ്യക്തികൾ അബ്നോർമലാണ്. അത് അബ്നോർമൽ എന്ന് പറയുമ്പോൾ എവേ ഫ്രം നോർമൽ എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ ചെയ്യണമെങ്കിൽ അതിന് പിന്നിൽ ബയോളജിക്കലി ആൻഡ് സൈക്കോളജിക്കലി കുറെ കാര്യങ്ങളുണ്ട്. അതിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ വിദേശത്ത് നടന്ന ചെറിഷ് പെറിവിങ്കിൾ കേസുണ്ട്. അതായത് ഏകദേശം നടന്നെന്ന് പറയുന്നത് ഒരു 8 വർഷം, അതായത് 8 വയസ്സ് പ്രായമുള്ള ചെറിഷ് എന്ന് പറഞ്ഞ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി അത് അബ്ഡക്റ്റ് ചെയ്യുകയും അതോടൊപ്പം തന്നെ ആ കുട്ടിയെ ഈ സെക്ഷുവലായിട്ട് അബ്യൂസ് ചെയ്യുകയും കൊലപ്പെടുത്തുകയും ചെയ്യാതെ, അതായത് കിഡ്നാപ്പ് തട്ടിക്കൊണ്ടുപോവുകയും, അബ്ഡക്ഷൻ എന്ന് പറയും, കൊച്ചുകുട്ടിയെ അബ്ഡക്റ്റ് ചെയ്ത് കൊണ്ടുപോയി കൊച്ചിനെ സെക്ഷൽ, അതായത് പെനട്രേറ്റീവ് മോഡലാണ് ചെയ്തത്. പെനട്രേറ്റീവ് സെക്ഷൽ ഹരാസ്മെന്റ് ചെയ്ത് ആ കൊച്ചിനെ കൊന്നു കളഞ്ഞു. ഇത് നടക്കുന്നത് വിദേശത്താണ്. ഇത് ചെയ്ത ആളുടെ പേരെന്ന് പറയുന്നത് ഒരു ഡൊണാൾഡ് സ്മിത്ത് എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ഇത് ചെയ്തത്. എനിക്ക് തോന്നുന്നു ഏകദേശം 2013 ഈ ഒരു കേസ് നടക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് ഇതൊക്കെ
ഈ ഇദ്ദേഹത്തെ ശിക്ഷിക്കാനായിട്ട് കോടതി അത് വിചാരണ സമയത്ത് കൊണ്ടുവന്നപ്പോൾ ഇദ്ദേഹത്തിന് യാതൊരുവിധ കുറ്റബോധവും ഇല്ല. അതോടൊപ്പം തന്നെ ആ കോടതിയിൽ ഇരിക്കുന്ന ഇതുപോലെ തന്നെ 8 വയസ്സിൽ താഴെയുള്ള ഒരു പെൺകുട്ടി കണ്ടപ്പോൾ അദ്ദേഹത്തിന് ആ കുട്ടിയിലോട്ടായിരുന്നു നോട്ടം മുഴുവൻ. അതായത് ഇദ്ദേഹത്തിന് ഈ കുറ്റകൃത്യം ചെയ്തതിൽ ഒരു മനസ്താപവും ഇല്ല. മാത്രമല്ല ആ സമയത്ത് തന്നെ ആ തൊട്ടപ്പുറത്തിരിക്കുന്ന ഒരു കൊച്ചിലായിരുന്നു ഇദ്ദേഹത്തിന്റെ നോട്ടം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതൊരു നോർമലായിട്ടുള്ള ഒരു കാര്യമല്ല. ഇദ്ദേഹത്തിന് ചില സൈക്കോളജിക്കലുള്ള ചില വിഷയങ്ങളുണ്ട്. അതിൽ നമുക്ക് ഇദ്ദേഹത്തിന്റെ കേസ് എടുക്കുവാണെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ നടത്തിയ പഠനങ്ങളിൽ എനിക്ക് മനസ്സിലായത് ഹൈപ്പർ സെക്ഷുവാലിറ്റി എന്ന് പറഞ്ഞ ഒരു അവസ്ഥയുണ്ട്. അതായത് സാധാരണ നോർമൽ ലെവലിനേക്കാളും കൂടുതലാണ്. അതോടൊപ്പം ഇദ്ദേഹത്തിന് ഏകദേശം 60 വയസ്സിന് മുകളിൽ പ്രായമുണ്ട്. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന് കണ്ടുപിടിച്ച ഒരു പ്രശ്നം ഹൈപ്പർ സെക്ഷുവാലിറ്റി. രണ്ടാമത്തെന്ന് പറയുന്നത് ഓർബിറ്റൽ ഫ്രോണ്ടൽ സിൻഡ്രം എന്ന് പറയുന്ന ഒരു പ്രശ്നവും ഇദ്ദേഹത്തിനുണ്ട്. അതായത് ഓർബിറ്റൽ ഫ്രോണ്ടൽ സെൻട്രം, അതായത് OFC എന്ന് പറയുന്ന ഭാഗത്ത് ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ, അവിടുത്തെ പ്രവർത്തനങ്ങൾ കറക്റ്റായിട്ട് നടക്കാതെ വരുന്നത് മൂലം ഇങ്ങനെയുള്ള കൊച്ചുകുട്ടികളുടെ സെക്ഷൽ ആക്ടിവിറ്റീസ് സെക്ഷൽ അബ്യൂസ് ചെയ്യാനുള്ള സാധ്യതകൾ ഇത്തരം പ്രവണതകളായ വ്യക്തി കാണിക്കുന്നു. പിന്നെ വരുന്നതാണ് ഡിസ്ഇൻഹിബിഷൻ എന്ന് പറയുന്ന ഒരു പ്രശ്നമാണ്. അതായത് ഡിസ്ഇൻഹിബിഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഈ പറയുന്ന ഈ സെക്ഷൽ ഇമ്പൾസ് കണ്ടമാനം വരികയും അത് നിയന്ത്രിക്കാൻ പറ്റാതെ വരുന്ന അവസ്ഥയാണ് ഡിസ്ഇൻഹിബിഷൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ നമുക്ക് ഇപ്പം ഇങ്ങനെയുള്ളവർക്ക്, അതായത് ഇദ്ദേഹത്തെ പോലുള്ള വ്യക്തികൾക്ക് ഈ പറയുന്ന കൊച്ചുകുട്ടികളെ കണ്ടുവരുമ്പോഴത്തേക്കും സെക്ഷലായിട്ടുള്ള താല്പര്യം തോന്നുകയും, എന്നാൽ അത് തോന്നുക മാത്രമല്ല അവർക്ക് ഈ കാര്യം തെറ്റാണെന്നുള്ളൊരു തോന്നല് അവർക്കുണ്ടെങ്കിൽ പോലും അത് നിയന്ത്രിക്കാൻ പറ്റാതെ വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകുകയും കുട്ടികളെ ഇങ്ങനെ ആ ഒരു പ്രേരണയ്ക്ക് വിധേയനാവുകയും കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി ഇങ്ങനെയുള്ള സെക്ഷൽ അസൾട്ട് കാര്യങ്ങൾ ചെയ്യുകയും പെനട്രേഷൻ മോഡലുള്ള കുറച്ചുകൂടെ നിയമപരമായ രീതിയിൽ നിയമത്തെ കണ്ടു നോക്കുമ്പോൾ വളരെയധികം സിവിയർ ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് സെക്ഷൽ ഹാരാസ്മെന്റ് ചെയ്യുകയും അതിൽ ഒരു കുറ്റബോധം തോന്നാതിരിക്കുകയും ചെയ്യുന്ന സാധ്യത ഉണ്ടാകുന്നുണ്ട്. അതിൽ ഇദ്ദേഹം നോക്കുകയാണെങ്കിൽ ഡിസ്ഇൻഹിബിഷന് അതോടൊപ്പം തന്നെ ഓർബിറ്റൽ ഫ്രോണ്ടൽ കോർട്ടക്സിൽ ഉണ്ടാകുന്ന, അതായത് OFCയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതോടൊപ്പം തന്നെ ഹൈപ്പർ സെക്ഷുവാലിറ്റി, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഇദ്ദേഹത്തിൽ കണ്ടത്. മിക്ക കുട്ടികളെ ദുരുപയോഗം ചെയ്യുന്നവരിലും ഇത്തരത്തിലുള്ള സൈക്കോളജിക്കലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നതാണ് ഇതിന് പിന്നിലുള്ള വാസ്തവം എന്ന് പറയുന്നത്. പോക്സോ ആക്ട് നമ്മുടെ കുട്ടികൾക്ക് ലൈംഗിക ചൂഷണത്തിൽ നിന്നും നിയമപരമായ സംരക്ഷണം ഉറപ്പാക്കുന്നതിൽ ഇന്ത്യൻ നിയമവ്യവസ്ഥയിലെ ഒരു നാഴികക്കല്ലാണ്. 18 വയസ്സിന് താഴെയുള്ള ഓരോ വ്യക്തിക്കും ലിംഗഭേദമില്ലാതെ സുരക്ഷിതത്വത്തോടെ ജീവിക്കാനുള്ള അവസരം ഈ നിയമം ഊട്ടിയുറപ്പിക്കുന്നു. പോക്സോ നിയമത്തിൻ്റെ പ്രയോജനം ഓരോ കുട്ടിക്കും ലഭിക്കണമെങ്കിൽ അത് ഓരോ പൗരൻ്റെയും സാമൂഹിക ഉത്തരവാദിത്തമായി ഏറ്റെടുക്കണം. ഈ നിയമം നൽകുന്ന ശക്തമായ സന്ദേശങ്ങൾ ഉൾക്കൊണ്ട് നാം ഓരോരുത്തരും ശ്രദ്ധ ചെലുത്തണം. ഓരോ രക്ഷിതാവും അധ്യാപകനും പൊതുപ്രവർത്തകനും സാധാരണക്കാരനും പോക്സോ നിയമം അറിയേണ്ടതുണ്ട്. കുട്ടികൾക്കെതിരായ അതിക്രമം നടന്നതായി അറിയുകയോ സംശയിക്കുകയോ ചെയ്താൽ അത് ഉടൻ തന്നെ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കേണ്ടത് നമ്മുടെ നിയമപരമായ കടമയാണ്. ഇരകളോട് കരുണ കാണിക്കുകയും ലൈംഗിക അതിക്രമത്തിന് ഇരയായ കുട്ടികളെ ഒരിക്കലും ഒറ്റപ്പെടുത്തുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യരുത്. അവർക്ക് മാനസികവും വൈകാരികവുമായ പിന്തുണ നൽകുക. നിയമപുസ്തകങ്ങളിലെ അക്ഷരങ്ങൾക്കപ്പുറം ഈ ലോകം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സുരക്ഷിതമായ ഒരിടമായി മാറേണ്ടത് ഓരോ പൗരൻ്റെയും കടമയാണ്. ഓരോ പോക്സോ കേസും ഓർമ്മിപ്പിക്കുന്നത് നിയമത്തിൻ്റെ കരുത്തിനെ മാത്രമല്ല, മറിച്ച് നമ്മൾ പുലർത്തേണ്ട ജാഗ്രത കൂടിയാണ്. മുറിവേറ്റ ബാല്യങ്ങൾക്ക് നീതി ലഭ്യമാക്കുന്നതിനോടൊപ്പം തന്നെ ഒരു കുട്ടി പോലും ഇനി ആക്രമിക്കപ്പെടാത്ത ഒരു സാഹചര്യം ഒരുക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. മൗനം വെടിയുന്നതും അക്രമികൾക്കെതിരെ ശബ്ദമുയർത്തുന്നതും ഒരു കുഞ്ഞിന് നൽകുന്ന പുതുജീവൻ കൂടിയാണ്. നിയമത്തിൻ്റെ കവചവും സമൂഹത്തിൻ്റെ കരുതലും ചേരുമ്പോൾ മാത്രമേ നമ്മുടെ കുരുന്നുകൾക്ക് ഭയമില്ലാതെ സ്വപ്നം കാണാൻ കഴിയൂ. വരും തലമുറയുടെ പുഞ്ചിരി മായാതിരിക്കാൻ നമുക്ക് കൈകോർക്കാം. അവരുടെ ബാല്യം കാത്തു സൂക്ഷിക്കാൻ എന്നും ജാഗരൂകരായിരിക്കാം.